ഹലോ മക്കേഴ്സ്, നമ്മുടെ 8ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്പെറിക്കൽ മിറർ ഗോളീയ ദർപ്പണങ്ങൾ. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 2 സമവാക്യങ്ങൾ പഠിക്കണം, 2 ഇക്വേഷൻ പഠിച്ചിട്ട് അതിന് ബേസ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്ത് പഠിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേട്ടോളി, വന്നോളി, പഠിച്ചോളി, ഇതാ സെറ്റാക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ഒരു ഒന്നാമത്തെ ഇക്വേഷൻ പഠിക്കണം. ഇതൊരു കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ ആയാലും കുഴപ്പമില്ല, കോൺവെക്സ് മിറർ ആയാലും കുഴപ്പമില്ല. ആ ഒരു മിററിൻ്റെ സെൻറ്ററിലൂടെ ഞാൻ വരച്ച അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം എന്ന് പറയുന്നു. അത് പോളിലൂടെയും അതേപോലെ തന്നെ ഫോക്കസിലൂടെയും വക്രത കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്നത് അല്ലേ, സെന്റർ ഓഫ് കർവ്, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസ്റ്റൻസിന് നമുക്ക് എന്തു അറിയാം? ഈ ഡിസ്റ്റൻസ് ഫോക്കസിൽ, അതായത് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. എന്താ പറയുക? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. അപ്പൊ അതേ ദൂരം തന്നെയാണ് ഇതും വരുന്നത്. അങ്ങനെയെങ്കിൽ സിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസിന് നമ്മൾ പൊതുവേ പറയുന്ന പേര് റേഡിയസ് ആർ എന്ന് പറയും. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു 2 എഫുകൾ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? 6 കിട്ടുക. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ, ആദ്യത്തെ ഒരു ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു 2f. ഒരു കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചർ ആരുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് ആർ ഈസ് ഈക്വൽ ടു 2f. അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു എന്ത് പറയാം? r/2 എന്ന് പറയാം. ഈ 2 സമവാക്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കും. ഇനി വേറൊരു ഇക്വേഷനും പഠിക്കാണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. അതന്നെ, ആർ ഈസ് ഈക്വൽ ടു 2f. ഒന്ന് പറഞ്ഞേ, ആർ ഈസ് ഈക്വൽ ടു 2f, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു r/2. എഫ് ഈക്വൽ ടു r/2 പഠിച്ചില്ലേ? ഇത്ര ഉള്ളടാ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും കൂടി ശ്രദ്ധിച്ചോളൂ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കണം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ 20 സെന്റിമീറ്റർ. ഇത് കേൾക്കുമ്പോൾ തന്നെ എഴുതിയേക്കുക, റേഡിയസ് ആണ്. അപ്പൊ 20 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത്. എഫ് കണ്ടെത്തണം. സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ നമുക്കറിയാം എഫ് ഈക്വൽ ടു എന്താണ്? r/2 എന്നാണ് ഇക്വേഷൻ. ആർ എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ബൈ 2 എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ 20/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 10 സെന്റിമീറ്റർ. ഇപ്പൊ എല്ലാവരും പഠിച്ചില്ലേ? ഇത്ര ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കിയല്ലേ? ഒരൊറ്റ പ്രോബ്ലം കൂടി ചെയ്ത് നോക്കിയാലോ? ഇതാ ചെയ്തോളൂ. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, പെട്ടെന്ന് ചെയ്തോളൂ. ഞാൻ തന്നെ ചെയ്തുതരാം, ഹോംവർക്ക് ഒന്നും വേണം. ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മിറർ, ഫോക്കൽ ലെങ്ത് 12 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് നമുക്ക് തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ചെയ്യേണ്ട എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. ആറാണ് കണ്ടത്, വക്രത ആരം കണ്ടത്. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എന്താ? ഒന്ന് പറയടാ, എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി, ഒന്ന് പറഞ്ഞുതരാ. ആർ ഈസ് ഈക്വൽ ടു 2f. അപ്പൊ 2 × f എന്ന് പറഞ്ഞാൽ എത്ര? 12. 2 × 12 പറഞ്ഞാൽ 24 എന്ന് കിട്ടി. അത്രയും സെന്റിമീറ്റർ. സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ച ആർ ഈസ് ഈക്വൽ ടു 2f, ആർ ഈസ് ഈക്വൽ ടു 2f, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു r/2, എഫ് ഈക്വൽ ടു r/2. ഈ 2 സമവാക്യങ്ങൾ വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തില്ലേ? ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ഭാഗത്തുള്ളൊരു ഇക്വേഷൻ ആണ്, മാഗ്നിഫിക്കേഷൻ, ആവർധനം. ആവർധനം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിന്റെ ഉയരം ബൈ പ്രതിബിംബത്തിന്റെ വസ്തുവിന്റെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജെക്ട്. പ്രതിബിംബത്തിന് ഉയരം ബൈ വസ്തുവിന്റെ ഉയരുന്നതാണ്. അപ്പൊ നമ്മൾ പറയാ എം ഈക്വൽ ടു HI/HO. HI എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ്. HO എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ OB, ഇത് ഒബ്ജക്റ്റ് ആണ്. OB എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് മുകളിലേക്കാണ്. അപ്പൊ മുകളിലേക്ക് അളക്കുന്ന ദൂരമൊക്കെ പോസിറ്റീവാണ്. ഇനി ഇത് ഇമേജ് ആണ്, IM കൊടുത്തുള്ള ഇമേജ്. ഈ ഇമേജിന്റെ ഹൈറ്റ് ആണ് താഴത്തേക്കുള്ള ഒക്കെ നെഗറ്റീവാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞു, മുകളിലേക്ക് അളക്കുന്നത് ഏതായിരിക്കും? പോസിറ്റീവ്. അതായത് ഒബ്ജക്റ്റ്, വസ്തുവിന്റെ ഉയരം അളക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി പ്രതിബിംബത്തിന്റെ ഉയരം അളക്കുന്നത്, താഴെ തല കീഴായിട്ടുള്ളതൊക്കെ അളക്കുന്നത് ഏതായിരിക്കും? നെഗറ്റീവ്. ഒന്നുമില്ല, മുകളിലേക്ക് വരയ്ക്കുന്ന പോസിറ്റീവും താഴത്തേക്ക് വരയ്ക്കുന്ന നെഗറ്റീവ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതറിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യത, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന 3 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം 6 സെന്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ ആവർത്തനം കണക്കാക്കുക. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 3 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു കണ്ടില്ല. കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ വെച്ച് എന്താണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺകേവ് മിറർ, ദ റിയൽ ഇമേജ് ഓഫ് സൈസ് 6 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ HIയും HOയും കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഞാൻ അവിടെ എഴുതട്ടെ. വസ്തുവിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ പ്ലസ് ആയിട്ട് എടുക്കാം, ഇമേജിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ മൈനസ് ആയിട്ട് എടുക്കാം.
ഇനി നമ്മൾ ഇക്വേഷൻ എന്താണ്? എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. എച്ച് ഐ ബൈ എച്ച് ഒ പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം. എച്ച് ഐ എന്ന് പറഞ്ഞാൽ -6 സെൻറ്റിമീറ്റർ ബൈ എച്ച് ഒ എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ. ഇവിടെ വെട്ടാനുള്ളതൊക്കെ വെട്ടി നിരത്തിക്കോളും. 3 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇനി 6ന് 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 6ന് 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 2 6 2 എന്ന് കിട്ടി. മൈനസും ചേർക്കുക. ഈ മൈനസ് കണ്ടാൽ ഓർത്ത് വെക്കേണ്ടത് എന്താ പറയുക? ഏടാ മൈനസ് കണ്ടാൽ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? തല കീഴായിട്ടുള്ള ഇമേജ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. അതായത് ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ വലിയ ഇമേജാവും അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോൾ വലിയൊരു ഇമേജ് ഉണ്ടായി. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നിട്ടുള്ളത്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. ഇമേജിൻ്റെ ഹൈറ്റ് ആണ് 6 സെൻറ്റിമീറ്റർ തന്നുള്ളത്. അപ്പോൾ ഇതെന്ത് വരും? പ്ലസ് വരും. ഇതെന്ത് വരും? മൈനസ് വരും. പിന്നെ നേരെ ഹരിച്ചാൽ മതി. 6/3 2 എന്ന് എഴുതുക. എന്നിട്ട് ഇവിടുത്തെ നെഗറ്റീവ് അല്ല ഈ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അത്ര ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ സിമ്പിൾ ആണല്ലോ. അപ്പോൾ മൊത്തം 3 ഇക്വേഷൻ പഠിച്ചില്ലേ? R ഈക്വൽ ടു 2F അല്ലേ? R ഈക്വൽ ടു 2F, F ഈക്വൽ ടു R/2, മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു HI/HO. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസമില്ലെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ നിന്നൊരു പ്രോബ്ലം ഷുവറാണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ മാർക്ക് നമ്മൾ സെറ്റാക്കി.